എനിക്ക് ഉറപ്പാണ് ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്, എങ്ങനെയാണ് ബോണസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രൈസ് ഇടേണ്ടത്. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊന്നും അറിയില്ല. ഈവൻ ഇഫ് യു ആർ അൻ എക്സ്പീരിയൻസ്ഡ് ബിസിനസ് ഓണർ, നിങ്ങൾക്കിതറിയില്ല, എനിക്കുറപ്പാണ്. അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് മാത്രം സെയിൽ നടക്കാറുണ്ട്. ഒരുപാട് സെയിൽ നടക്കാതെ നിങ്ങളുടെ ഡേറ്റാബേസിൽ ഇരിപ്പുണ്ട്. ഒന്ന്, അർജൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല. രണ്ട്, കൊടുത്തിട്ടുണ്ടെങ്കിലും അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സെയിൽസുകാർക്ക് അറിയില്ല. രണ്ട് തരം അർജൻസി ഉണ്ട്, അതാദ്യം മനസ്സിലാക്കുക. ഒന്ന് റിയൽ അർജൻസി, രണ്ട് ഫേക്ക് അർജൻസി. ശരിക്കുമുള്ള അർജൻസി, രണ്ട് അവരെ പറ്റിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അർജൻസി. ഈ ലോകത്തെ ഏറ്റവും വേസ്റ്റ്, ഏറ്റവും വൃത്തികെട്ട സ്ട്രാറ്റജി ഇസ് ടു ക്രിയേറ്റ് ഫേക്ക് അർജൻസി. കാരണം ഇത് പൊക്കിക്കഴിഞ്ഞാൽ തീർന്നടാ, നീ തീർന്ന്. കസ്റ്റമറെ പറ്റിക്കുകയായിരുന്നു അർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ നിൻ്റെ ബിസിനസ് തീർന്ന്. പിന്നെ ഒരിക്കലും ആ മാർക്കറ്റിൽ ഒരാൾ നിന്നെ വിശ്വസിക്കില്ല. അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഡിമാൻഡ് കൂട്ടണം. ഡിമാൻഡ് കൂട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ? സപ്ലൈ കുറയ്ക്കണം. ഒന്നുകൂടെ, അർജൻസി കൂട്ടാൻ ഡിമാൻഡ് കൂടണം. ഡിമാൻഡ് കൂടണം. ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാ? സപ്ലൈ കുറയ്ക്കുമ്പോഴാണ്. മുമ്പ് പറഞ്ഞില്ലേ, 20 പേരെ കിങ് മേക്കേഴ്സ് ക്ലബിലേക്ക് 10 ലക്ഷം രൂപയുടെ പ്രോഗ്രാമിലേക്ക് 75 മിനിറ്റ് കൊണ്ട് എടുത്തു. എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യം ജോയിൻ ചെയ്യുന്ന 20 പേർക്ക് ഫസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് 8 പേര് അപ്ലൈ ചെയ്തിരുന്നു, അവരെ എടുത്തിട്ടില്ല. വൈ? നമ്മൾ പറയുന്നത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരിക്കണം. പറയുന്ന വാക്ക് പാലിക്കുന്നവനായിരിക്കണം ബിസിനസ്സുകാരൻ. ഇല്ലെങ്കിൽ അതിന് എന്ത് കാര്യം നിങ്ങൾ വാക്ക് മാറ്റുന്നു അതെല്ലാം ഫേക്ക് അർജൻസിയാണ് നിങ്ങളുടെ ബിസിനസ്. അത് സ്റ്റാഫിൻ്റെ അടുത്തായിക്കോട്ടെ, സപ്ലയറുടെ അടുത്തായിക്കോട്ടെ, കസ്റ്റമറുടെ അടുത്തായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ ബിസിനസ് ഓണർ വാക്ക് മാറ്റുന്നു, ആ ബിസിനസ് വാക്ക് മാറ്റുന്നു, അതെല്ലാം ഫേക്ക് അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. അപ്പോൾ അർജൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, റിയൽ അർജൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡിമാൻഡ് കൂട്ടുക, അതിന് സപ്ലൈ കുറയ്ക്കുക.